പിന്നെ എൻ്റെ കാലൊക്കെ കണ്ടിട്ട് കണ്ണ് കലങ്ങി, നെഞ്ച് പടഞ്ഞിട്ട് ഇങ്ങനെ വലിയ സാറിങ്ങനെ നോക്കി സങ്കടത്തോടെ നിന്നിട്ട് മാനാടിനെ പറയും പോലെ കുറേ നേരം സംസാരിച്ച് വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. സത്യം പറയണ എന്നെ കണ്ട തോളിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് വരുമ്പോ നമ്മളൊരു കൂട്ടുകാരൻ അടുത്തുള്ള രക്തബന്ധം പോലും ചെയ്യാത്ത പോലെ എന്നിട്ട് അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട തമ്പി പറഞ്ഞ കണ്ണ് കലക്കി നെഞ്ചു പടിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ വേണമെങ്കിൽ 30 കിലോമീറ്റർ നടന്ന് ആ പുറകോട്ട് നോക്കുമ്പോ ആ വേദന അറിയണം. അതാണ് ദൈവം എന്നെ ചെയ്തത്. ഉണ്ണി നീ നടക്ക്, എനിക്ക് വിജയം കാണെങ്കിൽ നേര് വഴിക്ക് പോ, കുറുക്ക് വഴി കൂടെ പോ. അതാണ് ഈ വിജയം. ഈ 4ാം ക്ലാസ്സുകാരന്റെ വിജയമല്ല. വിജയനെ കണ്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? തിരുവനന്തപുരത്തുള്ള കിരൺ ചേട്ടൻ തിരുവനന്തപുരത്ത് വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ കോയമ്പത്തൂര് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ വിളിച്ചു, എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കാലം കണ്ടിട്ട് രമേശ് ചേട്ടൻ പറഞ്ഞൊരു ചേട്ടനെ അയച്ചു കൊടുത്തു ഫോട്ടോ. അപ്പോൾ രമേശ് ചേട്ടനെ നടക്കുന്ന കാര്യം ഇതൊക്കെ കണ്ടിട്ട് വിജയ് സാറിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അതുവരെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ്. വിജയണ്ണൻ എന്താണ് ആദ്യം കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ പെട്ടെന്ന് ലൊക്കേഷനിൽ കാറിൽ കൊണ്ടുപോയി ഭക്ഷണവും റൂമൊക്കെ തന്ന് അവിടെ ഇത്ര മണിക്ക് വരുമ്പോൾ നേരെ വണ്ടി ലൊക്കേഷനിൽ പോയി നേരെ സിനിമയിലെ പ്രൊഡ്യൂസറെ വന്ന് സാറിപ്പ് വരും പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രൊഡ്യൂസർ ഒരു 5 മിനിറ്റ് വരെ വന്ന് സാറ് അവിടെ ഉണ്ട് പറഞ്ഞ് സാറ് വിളിച്ച് പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം പോയി അവിടെ ക്രൗഡിനുള്ളുന്ന ഒരാളിങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് വന്ന് ഓട്ടി എൻ്റെ തോളിൽ കയറ്റി വരാം. എന്തിനാ ഉണ്ണി കരയെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് അങ്ങനെ വിജയ് സാറിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് കാരവാനിലേക്ക് കയറി വരണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരനോ നമ്മുടെ അനിയനോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഒരാളും അങ്ങനെ തോന്നിയത് ആ സിമ്പിള്. അതാണ് നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ. എന്നിട്ട് അങ്ങനെ കാരവാനിൽ കയറി വരണം. നമ്മുടെ സാറ് ആദ്യം കയറില്ല, തമ്പി കയറി, ഉണ്ണി കയറി വരണം. എന്നിട്ട് അങ്ങനെ കാരവാനിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് എതുക്കപ്പ പിടിച്ച് എൻജോയ് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാനാടിന് പോയപ്പോൾ, ഇലക്ഷന് പോയപ്പോൾ, ജൂലൈ 3 പോയപ്പോൾ കേരള വന്നപ്പോൾ പിന്നെ എൻ്റെ കാലൊക്കെ കണ്ടിട്ട് കണ്ണ് കലങ്ങി, നെഞ്ച് പടഞ്ഞിട്ട് ഇങ്ങനെ വലിയ സാറിങ്ങനെ നോക്കി സങ്കടത്തോടെ നിന്നിട്ട് മാനാടിനെ പറയും പോലെ കുറേ നേരം സംസാരിച്ച് വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നമ്മളൊരു സാധാരണക്കാരൻ തന്നെയായിരുന്നു ശരിക്കും വിജയ്. സത്യത്തെ അതാണ്. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇളയ തലപതി അല്ലെന്ന് പറഞ്ഞ സാധാരണക്കാരൻ, ഒരു പച്ചയായ മനുഷ്യൻ, താരജാടൊന്നുമില്ല ആൾക്ക്. ഈ പച്ചയായൊരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് കണ്ണ് കലങ്ങിയിട്ടാണ് വിജയ് സാർ ഇരുന്നത്. എന്നിട്ട് മാനാടിന് പറയുമ്പോൾ പാതുകാപ്പാ പോയിട്ട് വരണം പറഞ്ഞ് എനിക്ക് നനച്ച വണ്ടി എടുത്ത് തന്നു, ഭക്ഷണം തന്നു, റൂം തന്നു. പിന്നെ തമ്പിന് നന്നായി പാക്കണം പറഞ്ഞ് ആപ്പിളും ബിസ്ക്കറ്റും സ്നാക്സും തന്ന് എന്നെ വണ്ടി എടുത്ത് പോകുമ്പോഴും പ്രൊഡക്ഷൻ ഓടി വന്നിട്ട് പയ്യന്മാർ വന്ന് നമ്മുടെ അനിയന്മാർ വന്നിട്ട് ഭക്ഷണം തന്നു. എന്നിട്ട് ഇപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ വിജയ് സാർ ചോദിച്ചു തമ്പി എവിടെ എത്തിയ എന്നും കൂടെ ചോദിച്ചു. ഇത് ആർക്ക് കിട്ടും ഭാഗ്യം. പിന്നെ ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോട്ടോ തരാം, വിജയ് സാറിനെ കൊണ്ട് അന്വേഷിച്ചു ഇവിടെ എത്തി പറഞ്ഞു. വിജയ് സാർ ചോദിച്ചു തമ്പി എത്തിയെന്ന്. അതിലിപ്പോ ഭാഗ്യം എന്താ വേണ്ടത്? ഒന്നിൽ നിന്നാണ് തുടങ്ങിയതല്ല. ചോർന്നൊരിക്കണ ഓലപ്പേരൻ്റെതാണ് ചുമരും ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുളകൊടി ചാലിച്ചായിരിക്കും, ഉപ്പിലിട്ട മാങ്ങയായിരിക്കും. താജ് ഹോട്ടലിരുന്ന് ആലോചിക്കും ഭക്ഷണം കഴിക്കണം ആലോചിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ട്. പോണ വഴിയിൽ പുലിയും സിംഹവും കരടിയുണ്ട്. 30 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു ടൗൺ ഉള്ളൂ. പോണ വഴിയിൽ ബെൻസും കാറും BMW ഉണ്ട്. നമ്മൾ അവിടെ നിന്നൊരു സൈക്കിൾ ഉണ്ടാകണമെന്ന് ആലോചിക്കണം. ഇവിടെ നിന്നാലും കള്ളന്മാര് കൊള്ളക്കാർ കൊല്ലും. പോണ വഴിയിൽ സിംഹവും നരിയും പുലി ആനയും ഇതാകും. അവിടെ നിന്ന് നമ്മൾ വേണമെങ്കിൽ 30 കിലോമീറ്റർ നടന്ന് ആ പുറകോട്ട് നോക്കുമ്പോൾ ആ വേദന അറിയണം. അതാണ് ദൈവം എന്നെ ചെയ്തത്. ഉണ്ണി നീ നടക്ക്, എനിക്ക് വിജയം കാണെങ്കിൽ നേര് വഴിക്ക് പോ, കുറുക്ക് വഴി കൂടെ പോ. അതാണ് ഈ വിജയം. ഈ 4ാം ക്ലാസ്സുകാരൻ്റെ വിജയമല്ല. കേരളത്തും തമിഴ്നാടും ഉള്ള എൻ്റെ ഏട്ടന്മാരും ചേച്ചിമാരിൻ്റെയും അമ്മമാരും അനിയന്മാരും അനിയത്തിമാരുടെയും സപ്പോർട്ടാണ് വിജയം. അതാണ്. ഇത് എൻ്റെ കഴിവല്ല. കേരളം എമ്പാടുമുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടനും ചേച്ചിമാരും അമ്മമാരും അനിയന്മാരും അവർ തന്ന സപ്പോർട്ടും ദൈവവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. ഈ വേൾഡിൽ തന്നെ ആർക്കും കിട്ടാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതെല്ലാം ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചപ്പോ തമ്പി വീടെത്തി എന്ന് അവിടെ നിന്ന് ചോദ്യം വന്നത് വിജയ് സാർ ചോദിച്ചു എന്നാണ്.
അത് കേരളത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. വിജയ് സാറ് വിളിക്കണു. ഇങ്ങനെ കെട്ടിയവറിന് വണ്ടി വന്നപ്പോ നേരെ കൊണ്ടത് ഏറ്റവും വലിയ ഗസ്റ്റ് ഹൗസിലാണ്. ചിന്തിക്കാൻ പറ്റാത്ത അവിടുത്തെ ഏറ്റവും സ്വിമ്മിംഗ് പൂളുള്ള വലിയ ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ കിടന്ന് റെസ്റ്റ്, നല്ല ഭക്ഷണം തന്ന്. അവിടെ പോയിട്ട് ഒരു ഭക്ഷണം ഓർഡർ ചെയ്തപ്പോഴേ 3 ചപ്പാത്തിയും ഒരു കറിയും ഒരു ജ്യൂസും ബില്ല് കണ്ടപ്പോ കണ്ണ് ഞെട്ടിപ്പോയി. എത്രയാണ് അത് പറയല്ല, കണ്ണ് ഞെട്ടിപ്പോയി ബില്ല്. നമ്മള് ഒരു മാസം ശമ്പളമായിരിക്കും ചിലപ്പോ അതല്ലേ. കണ്ണ് ഞെട്ടിപ്പോയി. നമ്മള് സാധാരണക്കാരനല്ലേ, അതുകൊണ്ട്. അപ്പൊ അത്രയും എന്നെ ആര് രക്തബന്ധം പോലും ചെയ്യാത്ത പോലെ നമ്മുടെ ഇളയ തലമുറ തന്നെ പൊന്നു പോലെ ഒരു ഇത്രയും കൂടുതൽ ഫാൻസ് വരുന്ന. ഇത് പച്ചയായ ഒരു മനുഷ്യൻ, കുട്ടികൾ മുതൽ വലിയവർ വരെ പച്ചയായ ഒരു സാധാരണ നമ്മുടെ ഇളയ തലമുറ തന്നെ. സത്യം പറയണ എന്നെ കണ്ട തോളിൽ കൂടെ ഇങ്ങനെ കയറ്റിട്ട് വരുമ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ അടുത്തുള്ള രക്തബന്ധം പോലും ചെയ്യാത്ത പോലെ എന്നിട്ട് അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട തമ്പി പറഞ്ഞ കണ്ണ് കലക്കി നെഞ്ചു പെടുന്നിട്ട് ഒരു എന്താ പറയാ, ഒരു അനിയനെ ചേർത്ത് പിടിക്കും പോലെ ചേർത്ത് പിടിച്ചിട്ട് എന്നെ കൊണ്ടുവന്നത്. ഈ വേൾഡിൽ ആർക്കും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടും തോന്നുന്നു. ഇങ്ങനെ